ക്വസ്റ്റ്യൻ നമ്പർ 22. ഈ ക്വസ്റ്റ്യൻ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എയിൽ 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് ഉള്ളത്. ശരിയാണല്ലോ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു പി ഓഫ് എ എന്ന് പറയുന്നത് എയുടെ പവർ സെറ്റാണ്. എയുടെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എയുടെ സബ്സെറ്റുകളെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെയല്ലേ പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് എക്കകത്ത് ഇരിക്കുന്നതൊക്കെ എന്താ? എയുടെ സബ്സെറ്റുകളായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എ എന്ന സെറ്റിൽ നിന്നും പവർ സെറ്റ് ഓഫ് എയിലേക്ക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ടോട്ടൽ എത്ര ഫങ്ഷൻസ് എയിൽ നിന്നും പി ഓഫ് എയിലേക്ക് ഡിഫൈൻ ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാ ടൈപ്പ് ഫങ്ഷൻസും വേണ്ട, എങ്ങനെയുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. അവരൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എ ബിലോങ്സ് ടു എഫ് ഓഫ് എ ഫോർ എവരി എ ബിലോങ്സ് ടു എ. അപ്പോൾ എങ്ങനെയുള്ള ഫങ്ഷൻസ് മാത്രം മതിയാകും? അപ്പോൾ എയിൽ നിന്ന് പി ഓഫ് എയിലേക്ക് നമ്മൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. ഇങ്ങനെ ടോട്ടൽ എത്ര ഫങ്ഷൻസ് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം കണക്കാക്കണ്ട, എങ്ങനെയുള്ള ഫങ്ഷൻസ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എഫ് ഓഫ് എ ആകണം. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മീൻ ചെയ്യുന്നത്? ഈ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എയെ നമ്മൾ ഏത് സബ്സെറ്റിലേക്കാണോ മാപ്പ് ചെയ്യുന്നത് അതല്ലേ എഫ് ഓഫ് എയുടെ ഇമേജ് അല്ലേ? ഇവിടെ എയിൽ നിന്ന് പി ഓഫ് എയിലേക്കാണ് നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എയിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇമേജ് നമുക്ക് പി ഓഫ് എയിലല്ലേ കിട്ടുക. പി ഓഫ് എയിൽ ഇരിക്കുന്നതൊക്കെ പക്ഷേ എന്താ? എയുടെ സബ്സെറ്റുകളല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എയെ നമ്മൾ ക്യാപിറ്റൽ എയുടെ ഏതെങ്കിലും ഒരു സബ്സെറ്റിലേക്കല്ലേ മാപ്പ് ചെയ്യുന്നത്. പക്ഷെ ആ സബ്സെറ്റിൽ ആരുണ്ടാകണം? എ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയിലെ ഒരെലമെൻറ്റിനെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടത് എവിടേക്കാണ്? പവർ സെറ്റിലെ ഒരു എലമെൻറ്റിലേക്ക്, അതായത് ക്യാപിറ്റൽ എയുടെ ഒരു സബ്സെറ്റിലേക്കാണ്. പക്ഷെ ആ സബ്സെറ്റിനകത്ത് എ ഉള്ളത് തന്നെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എയിലെ 2 എന്ന് പറയുന്ന നമ്പർ, ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് പവർ സെറ്റ് ഓഫ് എയിലെ 4 5ലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിവിടെ നടക്കില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു നമ്പറിനെ അവിടെയുള്ള ഒരു സബ്സെറ്റിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ നമ്പറും ആ സബ്സെറ്റിനകത്തുണ്ടാകണം. അപ്പോൾ ഇത് നടക്കില്ല. പക്ഷേ 2a നിങ്ങൾക്ക് വേണമെങ്കിൽ 2 4 5 ഈ സെറ്റിലേക്ക് എന്ത് ചെയ്യാം? മാപ്പ് ചെയ്യാം. കാരണം 2 ആ സെറ്റിനകത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എയിൽ നിന്ന് പി ഓഫ് എയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. എയിലുള്ള എലമെൻറ്റ്സ് 1 2 3 4 5 6 7. എന്നാൽ പി ഓഫ് എയിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അല്ല, പകരം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റുകളാണ്. അപ്പോൾ ഒരു നമ്പറിനെ ഒരു സബ്സെറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് എയിലെ ഒരു എലമെൻറ്റിനെ, എയിലെ ഒരു നമ്പറിനെ ഒരു സബ്സെറ്റിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആ സബ്സെറ്റിനകത്ത് ഈ എ ഉണ്ടാകണം. അങ്ങനെയുള്ള ഫങ്ഷൻസ് മാത്രം നോക്കിയാൽ മതി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ മക്കളെ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഫങ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? എന്തായാലും ശരി, എയിലെ ഓരോ എലമെൻറ്റിനെയും എനിക്ക് ബിയിലുള്ള, അതായത് പി ഓഫ് എയിലുള്ള ഓരോ സെറ്റിലേക്ക് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ശരിയാണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ എയിലെ ഒന്നാമത്തെ എലമെൻറ്റ് ഞാൻ എടുക്കുന്നു. എയിലെ 1 എടുത്താൽ ഈ 1നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് പവർ സെറ്റ് ഓഫ് എയിലെ ഏത് സബ്സെറ്റിലേക്കും പറ്റും, പ്രൊവൈഡഡ് 1 ആ സബ്സെറ്റിനകത്ത് ഉണ്ടാകണം. ശരിയാണോ ഞാൻ പറയുന്നത്? അല്ലേ? എക്ക് 1 ഉൾപ്പെടുന്ന എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? ഇത് സെറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ഉൾപ്പെടുന്ന എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കുമെന്ന് അറിയണമെങ്കിൽ 1നെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എടുത്ത് 2n അല്ലേ? അപ്പോൾ നോക്കി, എയിൽ 7 എലിമെൻറ്റ്സ് ആണുള്ളത്. അതിൽ 1നെ മാറ്റിയാൽ ബാക്കി 6 എലമെൻറ്റ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഉൾപ്പെടുന്ന ടോട്ടൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? 2⁻6 അല്ലേ മക്കളെ? അല്ലേ? അപ്പോൾ എയിലെ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ എടുത്താൽ ആ 1 എന്ന് പറയുന്ന എലമെൻറ്റിനെ പി ഓഫ് എയിലെ 2⁻6 സബ്സെറ്റുകളിൽ എവിടേക്ക് വേണമെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യാം. ശരിയാണോ? അതെനിക്ക് എത്ര തരത്തിൽ ചെയ്യാൻ പറ്റും? 2⁻6 വേസിൽ പറ്റില്ലേ? ശരിയല്ലേ മക്കളെ? ഇനി ഞാൻ വീണ്ടും 2 എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നു. എയിൽ നിന്ന് ഞാൻ 2 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ ആ 2നെ എനിക്ക് എവിടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ? ഏത് സബ്സെറ്റിലേക്ക്? ആ 2 വരുന്ന ഒരു സബ്സെറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ.
ശരിയല്ലേ? 2 വരുന്ന 2 ഇൻക്ലൂഡ് ചെയ്യുന്ന എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? 2നെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 6 എണ്ണം അല്ലേ? 2⁻6. അപ്പോൾ അവിടെയും 2⁻6 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്ന എലമെൻറ്റിനെയും എനിക്ക് 2⁻6 വേസിലല്ലേ എന്ത് ചെയ്യാൻ പറ്റുക? ജോയിൻ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ഓരോന്നും 2⁻6 വേസിലല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയിലെ എല്ലാ എലമെൻസിനെയും നമ്മൾ എടുത്ത് ജോയിൻ ചെയ്യുന്നത് എത്ര വേസിലായിരിക്കും? 2⁻6 ഇൻറ്റു 2⁻6 ഇൻറ്റു 2⁻6 ഇൻറ്റു എക്സെട്ര 2⁻6. ഇത് 7 ടൈംസ് ഉണ്ടാവില്ലേ? 1 മുതൽ 7 വരെയുള്ള നമ്പറുകളല്ലേ എയിലുള്ളത്. അപ്പോൾ ഇത് 2⁻6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് എക്സെട്ര 6 7 ടൈംസ് അല്ലേ. അതായത് 2⁻6നെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആഡ് ചെയ്താൽ എനിക്ക് എത്രയാണ് കിട്ടുക? 42 അല്ലേ കിട്ടുക. അപ്പോൾ 2⁻42 വേസ് ആണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ എത്ര ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക? 2⁻42 ഫങ്ഷൻസ് ആണ് ഈ രീതിയിൽ അവിടെ ഉണ്ടാവുക. ഇനി ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് m⁻n ആണ് അല്ലേ? വെയർ m ആൻഡ് n ബിലോങ്സ് ടു n. മാത്രമല്ല m എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് നമ്പറാക്കി എഴുതുകയും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2⁻42 എന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് m എന്ന് പറയുന്നത് 42 അല്ലേ? സോറി 2. n എന്ന് പറയുന്നത് 42. ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റുക മക്കളെ അല്ലേ? ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെയാണ്. ഇതിനെ വേണമെങ്കിൽ എനിക്ക് 4⁻21 എന്നൊക്കെ എഴുതാമായിരുന്നു അല്ലേ? പക്ഷേ ഈ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫോമിലേക്ക് എഴുതിയിട്ട് വേണം നോക്കാൻ എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ m എന്ന് പറയുന്നത് 2 ആണ്, n എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് m+n ആണല്ലോ. അപ്പോൾ m+n എന്ന് പറഞ്ഞാൽ 2+42 കിട്ടും, അഥവാ 44 കിട്ടും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 44. അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരിക 44 ആണല്ലോ.